വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടികൾക്ക് നല്ല ചൂട് ചായക്കൊപ്പം കൊടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി കേട്ടോ. ഇതേപോലെ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകളും മാത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകി ഒന്നുകൂടെ കുതിർന്ന് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നതേ ഉള്ളൂ. അരിപ്പൊടിയിലേക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത്. ഇതേപോലെ കുറച്ച് മാത്രം നോക്കി ഒഴിച്ചാൽ മതി. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടത് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോവാനോ അതേപോലെ തന്നെ തീരെ കുറഞ്ഞ് നല്ല കട്ടിയാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയുടെ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നുകൂടെ മാറ്റി കൊടുക്കാം. നല്ലോണം തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാനുള്ളതാട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന നല്ല വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ കൈവച്ച് ഇതേപോലെ ഒന്ന് ഉടച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരിപ്പൊടിയുടെ മിക്സും അതേപോലെ തന്നെ നമ്മുടെ ഈ പൊട്ടറ്റോയും നല്ലോണം തന്നെ ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതുപോലെ ഒന്നുകൂടെ മിക്സാക്കി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒട്ടും തന്നെ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതിയേ. കണ്ടോ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയുടെ മിക്സുമായിട്ട് നല്ലോണം തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളൂ. കണ്ടോ, ഇതുപോലെ മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ തീരെ കനം കുറച്ച് പൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ ഇഞ്ചിയും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എരിവിന് വേണ്ടി 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ തന്നെ ഇതേപോലെ ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതല്ലേ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നമ്മുടെ മിക്സുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പച്ചരിയാണ് എടുത്ത് അരയ്ക്കുന്നതെങ്കിൽ പച്ചരി നല്ലോണം മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മിക്സൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസ് പോലെ ആട്ടോ ഇരിക്കുന്നത്. നമ്മൾ അരിപ്പൊടിയിൽ വെള്ളം ചേർത്തപ്പോൾ ഇച്ചിരി ഒന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലൂസ് പോലെ ഇരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലെടുത്ത് ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് പെരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ അതനുസരിച്ച് ഒന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ. റവയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അരിപ്പൊടിയിൽ ആദ്യമേ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രം ഒന്ന് നോക്കി മാത്രം ഒഴിച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ആദ്യമേ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലൂസായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നല്ല പാകത്തിനായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നല്ല ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ ചേർത്ത് ഫ്രൈ ആക്കി എടുക്കാം. കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതേപോലെ കുട്ടി ബോൾസ് പോലെ നമ്മുടെ ഓയിലിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണ്ട കേട്ടോ. കൈ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക കേട്ടോ. ഒരു വശമൊക്കെ നന്നായിട്ട് റെഡി ആയി കഴിയുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ മാറി നല്ലോണം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ആയിട്ട് വന്നോളും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരുപാട് വലിപ്പമുള്ള ബോൾസ് ഒന്നുമല്ലോ, ഈ ഒരു വലിപ്പത്തിലുള്ള കുട്ടി ബോൾസ് അല്ലേ. കളറൊക്കെ മാറി 2 വശം നല്ലോണം തന്നെ മുരിഞ്ഞ് റെഡിയായി വന്നപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. അതിനുശേഷം അടുത്ത ബാച്ചും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോവാതെ ചെറു ചൂടോടുകൂടി നല്ലൊരു സോസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല കറുമുറ എന്നുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ടും മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.